Hi all, welcome to Electron College. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റേഷൻ സെക്ഷനിലെ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ട്രാൻസ്ഡ്യൂസർ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ദെൻ അതുപോലെ തന്നെ LVDT, അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ട്രാൻസ്ഡ്യൂസേഴ്സിലേക്ക് പോവാം. സോ എന്താണ് ട്രാൻസ്ഡ്യൂസർ? സോ ട്രാൻസ്ഡ്യൂസർ എന്താണ് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ നമുക്ക് ആ ഒരു ഡിവൈസിനെ നമുക്ക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. സോ ട്രാൻസ്ഡ്യൂസർ ഇസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് എനർജി ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ നമുക്കതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈക്രോഫോൺ ആണ്. സോ മൈക്രോഫോൺ എന്താണ് ചെയ്യുന്നത്? മൈക്രോഫോൺ സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന മറ്റൊരു ട്രാൻസ്ഡ്യൂസറാണ്. ഇപ്പോൾ ഒരു ആംപ്ലിഫയർ സെക്ഷനിൽ വരുന്ന കുറച്ച് ഡിവൈസസ് ആണ് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൽ ആ ഒരു ഇൻപുട്ട് സൈഡിൽ വരുന്ന മൈക്രോഫോൺ സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ലൗഡ് സ്പീക്കർ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ചെയ്യുന്നത്, അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിളാണ്. സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുക, ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് സിഗ്നൽ ആക്കുക. സോ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് കൺവേർട്സ് എനർജി ഫ്രം വൺ ഫോം ടു അനദർ. Usually a transducer converts a signal in one form to another. അപ്പം നമുക്കിപ്പോൾ സൗണ്ട്, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ നമുക്ക് പല എക്സാമ്പിൾസും നമുക്ക് പറയാം. ഒരു ഫോമിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് നമുക്ക് ട്രാൻസ്ഡക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയാം. സോ എക്സാമ്പിൾസ് ആയിട്ട് നമുക്കിവിടെ കുറേ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസേഴ്സ്, തെർമോകപ്പിൾ, ദെൻ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ് RTD, ദെൻ തെർമിസ്റ്റേഴ്സ്, റെസിസ്റ്റീവ് പൊസിഷൻ ട്രാൻസ്ഡ്യൂസേഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്, സ്ട്രെയിൻ ഗേജ്, ദെൻ അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ LVDT ഒക്കെ അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. LVDT ഒക്കെ, സ്ട്രെയിൻ ഗേജ്, ഇതൊക്കെ നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സിന് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോവാം. ക്ലാസിഫിക്കേഷന് മുമ്പായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം, ഒരു ട്രാൻസ്ഡ്യൂസർ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണാം, ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കുവാണെങ്കിൽ അതിനകത്തൊരു സെൻസിങ് എലമെൻറ്റ് കാണും. ദെൻ അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ് കാണും. ഇവിടെയാണ് ആ കൺവേർഷൻ നടക്കുന്നത്. ഒരു ഫോമിനെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്ഡക്ഷൻ ബ്ലോക്കിലാണ്. സോ ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ഫോഴ്സ്, എക്സെട്ര, ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു സെൻസിങ് എലമെൻറ്റ് മെഷർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ദെൻ അതനുസരിച്ച് ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു സെൻസർ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. ആ സെൻസർ ഔട്ട്പുട്ടാണ് നമ്മുടെ ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. ദാറ്റ് വിൽ കൺവേർട്ട് ദിസ് ഫോം ഓഫ് എനർജി ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. സോ ഇതാണ് നമ്മുടെ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഒരു ജനറൽ ബ്ലോക്ക് ഡയഗ്രം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ട്രാൻസ്ഡ്യൂസേഴ്സ് കണ്ടെയ്ൻസ് മെയിൻലി 2 പാർട്സ്. ഏതൊക്കെയാണ്? ഒന്ന് സെൻസിങ് എലമെൻ്റ് ഉണ്ട്, ദെൻ ഒരു ട്രാൻസ്ഡക്ഷൻ എലമെൻ്റ് ഉണ്ട്. ദ സെൻസിങ് എലമെൻറ്റ് ഈസ് കോൾഡ് എ സെൻസർ. അപ്പോൾ അതിനെ നമുക്ക് സെൻസർ എന്ന് വിളിക്കാം. ഇറ്റ് ഇസ് എ ഡിവൈസ് പ്രൊഡ്യൂസിങ് മെഷറബിൾ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ ഫിസിക്കൽ കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രഷർ, ഫോഴ്സ്, ഇതിനെയൊക്കെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിലേക്ക് മാറ്റാൻ നമുക്ക് ആ ഒരു സെൻസിങ് എലമെൻറ്റ് യൂസ് ചെയ്യാം. ദെൻ അതിനാണ് സെൻസർ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഏത് പാരാമീറ്റർ ആണോ അതിനെ സെൻസ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വലൻറ്റ് റെസ്പോൺസിലേക്ക് മാറ്റുക. അതാണ് ആ ഒരു സെൻസിങ് എലമെൻറ്റ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്ഡക്ഷൻ എലമെൻ്റ് ആണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ആ സെൻസർ ഔട്ട്പുട്ടിനെ സ്യൂട്ടബിൾ ഇലക്ട്രിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആ ഒരു ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ്. അപ്പോൾ ഒരു കൺവേർട്ടറാണ് ശരിക്കും ആ ഒരു ഡിവൈസ്, ആ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു ജനറലി ഒരു സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രം. ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെത് ഇങ്ങനെ വരും. ദെൻ നമുക്ക് ഒരു ട്രാൻസ്ഡ്യൂസർ ചൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള കുറേ പാരാമീറ്റേഴ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ സെലക്ഷൻ ക്രൈറ്റീരിയ ഫോർ എ ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ അതിന് മെയിനായിട്ട് വരുന്നത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതനുസരിച്ചാണ് നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. ആ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ മിക്ക ട്രാൻസ്ഡ്യൂസേഴ്സും ഒരു ഫോം ഓഫ് എനർജിയെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. സോ എല്ലാ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെയും ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ മെനി ടൈംസ് സെലക്റ്റഡ് ഓൺ ദ ബേസിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ യൂസ്ഡ് ബൈ ദം. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റീവ് ഉണ്ട്, ഇൻഡക്റ്റീവ് ഉണ്ട്, ദെൻ കപ്പാസിറ്റീവ് ഉണ്ട്, ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ട് പറയാം, ഒപ്റ്റോ ഇലക്ട്രോണിക്, പീസോ ഇലക്ട്രിക്, അതുപോലെ തന്നെ ഒരുപാട് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോന്നിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.
ട്രാൻസ്ഡ്യൂസേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ LVDT, സ്ട്രെയിൻ ഗേജ്, ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. സോ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി സെൻസിറ്റീവ് ഇനഫ് ടു പ്രൊഡ്യൂസ് ഡിറ്റക്റ്റബിൾ ഔട്ട്പുട്ട്. അപ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യും. അടുത്ത പാരാമീറ്ററാണ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ. ദെൻ ഓപ്പറേറ്റിംഗ് റേഞ്ച്. ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നതും ഫ്രീക്വൻസി റേഞ്ച് ആവാം, അതിൻ്റെ റെസൊല്യൂഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. ദ ട്രാൻസിസ്റ്റർ ഷുഡ് മെയിൻറ്റെയിൻ ദ റേഞ്ച് റിക്വയർമെൻറ്റ്സ് ആൻഡ് ഹാവ് എ ഗുഡ് റെസൊല്യൂഷൻ ഓവർ ഇറ്റ്സ് എൻറ്റയർ റേഞ്ച്. The rating of the transistor should be sufficient so that it does not break down while working in its specified operating range. So operating range, sensitivity, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് സെൻസിറ്റിവിറ്റി, ഓപ്പറേറ്റിംഗ് റേഞ്ച്. അപ്പം ഇതൊക്കെയാണ് പാരാമീറ്റേഴ്സ്. ദെൻ അടുത്ത പാരാമീറ്ററിലേക്ക് നമുക്ക് പോവാം. അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് ആക്യുറസിയാണ്. Then high degree of accuracy is assured if the transducer does not require frequent calibration and has small value of repeatability. So അത് accurate ആയിരിക്കണം. So high accuracy means that does not require frequent calibration ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ and it has a small value of repeatability. So അതൊക്കെയാണ് ഒരു high accurate transducerന്റെ conditions. It may be emphasized that in most industrial applications, repeatability is of considerably more importance than absolute accuracy. Then അടുത്ത പാരാമീറ്റർ ക്രോസ് സെൻസിറ്റിവിറ്റി ആണ്. Cross sensitivity is further factor to be taken into account when measuring mechanical quantities. So അത് ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാനിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ക്രോസ് സെൻസിറ്റിവിറ്റി അല്ല, ക്രോസ് സെൻസിറ്റിവിറ്റീസ്. That is, there are situations where the actual quantity is being measured is on one plane and the transducer is subjected to variations in another plane. അങ്ങനെ ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ ഇതാണ് ആ ഒരു കണ്ടീഷനിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, ക്രോസ് സെൻസിറ്റിവിറ്റി. So the actual quantity is being measured in one plane and the transducer is subjected to variations in another plane. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ക്രോസ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പാരാമീറ്റർ കൺസിഡർ ചെയ്യണം. ദെൻ അടുത്തത് ട്രാൻസിയൻറ്റ് ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. The transducer should meet the desired time domain specifications like peak overshoot, rise time, അതുപോലെ തന്നെ സെറ്റിലിംഗ് ടൈം, fall time, then loading effects. ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിനെയൊക്കെയാണ് ട്രാൻസിയൻറ്റ് എന്ന് പറയുന്നത്. Then it should ideally have a flat frequency response curve. ആ ഒരു frequency response എന്ന് പറയുന്നത് should be flat, and in practice, however, there will be cutoff frequencies and higher cutoff frequencies should be high in order to have a wide bandwidth. So bandwidth consideration, അതുപോലെ തന്നെ ട്രാൻസിയൻറ്റ് സ്പെസിഫിക്കേഷൻസ് അതിനകത്ത് വരുന്നതാണ് പീക്ക് ഓവർഷൂട്ട്, റൈസ് ടൈം, സെറ്റിലിംഗ് ടൈം, ലോഡിംഗ് എഫക്ട്സ് കുറവായിരിക്കണം. സോ ഇതൊക്കെ നമുക്ക് മീറ്റ് ചെയ്യണം ഒരു ഗുഡ് ട്രാൻസ്ഡ്യൂസർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ. ദെൻ ലോഡിംഗ് എഫക്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്. സോ അത് ലോഡിംഗ് എഫക്റ്റിൻ്റെ കണ്ടീഷനാണ്. ലോഡിംഗ് എഫക്റ്റ് condition എന്ന് പറയുന്നത് it should have high input impedance and low output impedance to avoid loading effects. So loading effects avoid ചെയ്യാൻ a good transistor should have high input impedance and low output impedance. So അതാണ് നമ്മളിപ്പം പറഞ്ഞതൊക്കെ ഇതിൻ്റെ ക്രൈറ്റീരിയ ആണ്. ദെൻ അടുത്തത് വരുന്നത് environmental compatibility. It should be assured that the transducer selected to work under specified environmental conditions maintain its input-output relationship and does not break down. For example, a transistor should remain operable under its temperature range. So temperature, ഇപ്പോൾ environmental compatibility എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ ഇതിനകത്ത് വരും. ദെൻ അതുപോലെ തന്നെ അടുത്ത പാരാമീറ്റർ സ്റ്റെബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. The transducer should exhibit a high degree of stability to be operated during its operation and storage life. So stable ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. ദെൻ അതുപോലെ യൂസേജ് ആൻഡ് ruggedness. The ruggedness both of mechanical, electrical intensities of transducer versus its size and weight must be considered when selecting a suitable transducer. So നമുക്കറിയാം അതിൻ്റെ കോംപ്ലക്സിറ്റി, നമുക്കതിൻ്റെ ഓപ്പറേഷൻ ഇപ്പം ഇലക്ട്രിക്കലാണോ മെക്കാനിക്കലാണോ അതിനനുസരിച്ച് അതിൻ്റെ സൈസ്, വെയിറ്റ്, ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പം ഇതൊക്കെയാണ് ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് എ ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ നമുക്ക് അതിന് ഇലക്ട്രിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്.
So the electrical aspects that need consideration while selecting a transducer include the length, type of cable required. So ഇതൊക്കെയാണ് electrical aspects, length, then what type of cable is using. So attention also must be paid to signal to noise ratio. ഇതും നമ്മൾ കൺസിഡർ ചെയ്യാം. Length, type, signal to noise ratio in the case of transducer is to be used in conjunction with the amplifiers. Amplifiersന്റെ കൂടെ യൂസ് ചെയ്യുന്ന transducers. Then frequency response limitation must also be taken into account. So അതാണ് electrical aspects അത് വരുന്നത്. Length, കേബിളിൻ്റെ type, then signal to noise ratio, നമ്മളത് വേറെ ഏതെങ്കിലും ആംപ്ലിഫയേഴ്സിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, then frequency response limitations. ഇതൊക്കെയാണ് electrical aspects. സോ ഇത്രയും ക്രൈറ്റീരിയാസ് നമ്മൾ ഒരു ഗുഡ് ട്രാൻസ്ഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ, ദെൻ സെൻസിറ്റിവിറ്റി, ദെൻ ഓപ്പറേറ്റിംഗ് റേഞ്ച്, ദെൻ അടുത്തതെന്ന് പറയുന്നത് ആക്യുറസി, ദെൻ ക്രോസ് സെൻസിറ്റിവിറ്റി, ദെൻ ക്രോസ് സെൻസിറ്റിവിറ്റിയുടെ ആ ഒരു കണ്ടീഷനും എവിടെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ദെൻ ട്രാൻസിയൻറ്റ് ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. സോ ട്രാൻസിയൻറ്റ് കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ദെൻ അതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് എ ഫ്ലാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ്. ദെൻ ലോഡിംഗ് എഫക്റ്റ് ലെസ് ആയിരിക്കണം. ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വെച്ചിട്ട് നമുക്ക് ലോഡിംഗ് എഫക്ട്സ് നമുക്ക് ആ കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത എൻവയോൺമെൻറ്റൽ കോമ്പാറ്റിബിലിറ്റി, ദെൻ സ്റ്റെബിലിറ്റി ആൻഡ് റിലയബിലിറ്റി, റഗ്ഗഡ്നെസ്, യൂസേജ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. ദെൻ ഇലക്ട്രിക്കൽ ആസ്പെക്ട്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ അടുത്തത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ട്രാൻസ്ഡ്യൂസേഴ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? സോ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ. So active and passive transducers, then analog and digital, primary and secondary transducers, transducers and inverse transducers, then according to transduction principles. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി, സെക്കൻഡറി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവ്, പാസീവ്, ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് 1-2 എക്സാമ്പിൾസ് ഒക്കെ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനോരോന്നും എക്സാമ്പിൾസും അറിഞ്ഞിരിക്കണം. ആക്റ്റീവ് ഏതാണ്, പാസീവ് ഏതാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നല്ലതാണ് ക്ലാസിഫിക്കേഷനകത്ത്. ദെൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് നമുക്കറിയാം, പേരിനകത്ത് തന്നെ ഉണ്ട്. ആക്റ്റീവ് മീൻസ് നമുക്ക് ആക്റ്റീവ് ഡിവൈസസ്, പാസീവ് ഡിവൈസസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അതിൽ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ എക്സ്റ്റേണലി ഒരു സോഴ്സ് കാണും. ആക്റ്റീവ് മീൻസ് എക്സ്റ്റേണലി, പാസീവ് മീൻസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സോഴ്സസ്. So these transducers do not need any external source. External source വേണ്ടാത്തതാണ് ആക്റ്റീവ്. മറ്റേതിനെ നമുക്ക് പാസീവ് എന്ന് പറയാം. സോ the active means they are self-generating ടൈപ്സിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. They do not need any external sources of power for their operation. So അതിനെ നമുക്ക് വീണ്ടും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഒരുപാട് ടൈപ്പ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. അതിനകത്ത് ഫോട്ടോ വോൾട്ടൈക് ഉണ്ട്, തെർമോ ഇലക്ട്രിക് ഉണ്ട്, പീസോ ഇലക്ട്രിക്, ഇലക്ട്രോ മാഗ്നറ്റിക്, ഇതൊക്കെ നമുക്ക് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് പറയാം. സോ ദേ ആർ സെൽഫ് ജനറേറ്റിംഗ്, ദേ ആർ സെൽഫ് ആക്റ്റീവ്, അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. They are self-generating devices which operate under the energy conversion principle. At the output of active transducers, we get equivalent electrical output signal. Example, temperature to electric potential without any external source of energy being used. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ആക്റ്റീവ് മോഡ്. അപ്പോൾ അതിനെ സെൽഫ് ജനറേറ്റിംഗ് എന്ന് പഠിച്ചു വെക്കുക, സെൽഫ് ജനറേറ്റിംഗ് ടൈപ്സ്. ദെൻ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, they are not self-generating, they need external power supply for their operation. A DC power supply or audio frequency generator is used as an external power source. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമുക്ക് പാസീവ് എന്ന് വിളിക്കാം. These transducers produce output signal in the form of variations in the resistance, capacitance or some other electrical parameter in response to the quantity to measure. So ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് it is in the form of resistance, capacitance or other electrical parameter in response to the quantity to be measured. സോ അവിടെ നമുക്ക് വേണ്ടുന്നത് എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. ഡി സി പവർ സപ്ലൈ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഫ്രീക്വൻസി ജനറേറ്ററും ഒക്കെ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് വിളിക്കും. അപ്പോൾ സെൽഫ് ജനറേറ്റിംഗ് എന്ന് വിളിക്കുന്നത് ആക്റ്റീവിനെയാണ്. പാസീവ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് സെൽഫ് ജനറേറ്റിംഗ്. ദെൻ അടുത്ത് നമുക്ക് അനലോഗും ഡിജിറ്റലും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം.
The output of analog transducer is analog form. That means it is a continuous time function. So ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് അനലോഗിനകത്ത് കിട്ടുന്നത്. എക്സാമ്പിൾ തെർമോകപ്പിൾ, LVDT, സ്ട്രെയിൻ ഗേജ്, ഇതൊക്കെ അനലോഗാണ്. ദെൻ the output of digital transducers is in binary form. Binary form digital form ആയിരിക്കും. Digital pulses, discrete in time. These pulses form a unique code for each values. അപ്പോൾ ഡിജിറ്റൽ വാല്യൂസിൽ കിട്ടുന്നത് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ്, അനലോഗ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫോമിൽ കിട്ടുന്നത് അനലോഗ് ടൈപ്പ്. അനലോഗിന് എക്സാമ്പിൾ LVDT, സ്ട്രെയിൻ ഗേജ്, തെർമോകപ്പിളൊക്കെ അനലോഗ് ട്രാൻസ്ഡ്യൂസേഴ്സിന് എക്സാമ്പിളാണ്. Then primary, secondary transducers. Some transducers contain the mechanical as well as electrical devices. The mechanical devices converts a physical quantity to be measured into a mechanical signal. Such mechanical devices are called primary device transducers because they deal with the physical quantity to be measured. അപ്പോൾ അതിനെ നമുക്ക് primary എന്ന് വിളിക്കാം. Secondary transducers എന്ന് പറഞ്ഞാൽ electrical devices that converts this mechanical into corresponding electrical signal. So these types of electrical devices are called secondary transducers. അപ്പോൾ ഇങ്ങനെ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ട് നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ്, ഇലക്ട്രോമാഗ്നറ്റിക് ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ അതിനകത്ത് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഇപ്പോൾ റെസിസ്റ്റീവ് ഇൻഡക്ഷനകത്ത് നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ R = ρ × L/A. ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് ചെയ്യാം. അതുപോലെ കപ്പാസിറ്റൻസ് C = εA/d. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇൻഡക്റ്റീവ് വരുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ്. ഇപ്പം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെങ്കിൽ ഫാരഡേസ് ലോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിളിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇത് ട്രാൻസ്ഡക്ഷൻ നടക്കുന്നത്. സോ അതിന് ആ രീതിയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ വരും. റെസിസ്റ്റൻസ്, റെസിസ്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ്, ഇലക്ട്രോമാഗ്നറ്റിക് ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ അവിടെ തന്നെ പറയുന്നുണ്ട്. എന്താണ് റെസിസ്റ്റീവ്, എന്താണ് കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് എന്താണ്, ഫോൾട്ടോ വോൾട്ടായിക്, ഇതൊക്കെയാണ് അതിനകത്ത് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ദെൻ നമുക്ക് ഇനി കുറേ ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് നമ്മുടെ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ. ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ, LVDT. സോ LVDT നമ്മൾ ഷോർട്ട് ഫോമിൽ തന്നെ LVDT എന്ന് പറയും. സോ LVDT is the most widely used inductive transducer. അപ്പോൾ ഇതൊരു ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു ക്ലാസിഫിക്കേഷനകത്ത് ഒക്കെ ഇതിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. ടു ട്രാൻസ്ലേറ്റ് ദ ലീനിയർ മോഷൻ അല്ലെങ്കിൽ ആ ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ആ പേരിനകത്ത് തന്നെ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ലീനിയർ മോഷനെയാണ് ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു ട്രാൻസ്ലേറ്റ് ദാറ്റ് ലീനിയർ മോഷൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. സച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ നോൺ ആസ് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. സോ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ കൺസ്ട്രക്ഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു EMF അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഫാരഡേസ് ലോ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. ദെൻ നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷനിലോട്ട് പോവാം. LVDT is a transformer consisting of one primary winding P വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, രണ്ട് സെക്കൻഡറി വൈൻഡിങ് ആണ്. മൗണ്ടഡ് ഓൺ എ secondary winding S1 and S2 mounted on a cylindrical former. The two secondary winding have equal number of turns and placed identically on either side of the primary winding as shown in figure. So ഇതാണ് ആ ഫിഗർ. ഇവിടെ നമുക്ക് കാണാം ആ ഒരു സോഫ്റ്റ് അയൺ കോറിൻ്റെ രണ്ട് സൈഡിലായിട്ടുമാണ് അത് വൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ദിസ് ഇസ് ദ ടു സെക്കൻഡറി വൈൻഡിങ് S1 ആൻഡ് S2. ഇത് രണ്ടുമാണ് വൈൻഡിങ്സ്. ദെൻ ഇതെന്ന് പറയുന്നത് ആ പ്രൈമറി വൈൻഡിങ് ആണ്. പ്രൈമറി വൈൻഡിങ് P, സെക്കൻഡറി വൈൻഡിങ് S1 ആൻഡ് S2. അത് നമുക്ക് കാണാം. അതിന് സിമെട്രിക്കലായിട്ടുള്ള സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫോമറിന് ചുറ്റുമാണ് വൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മൂവബിൾ ആണ്. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ടാണ്
ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നൾ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിനകത്ത് 2 സെക്കൻഡറി കോയിലുണ്ട്, പ്രൈമറി കോയിലുണ്ട്. എന്നിട്ട് പ്രൈമറി കോയിലിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ 2 സെക്കൻഡറി വൈൻഡിങ്സ് have equal number of turns and placed identically on either side of the primary winding. അപ്പോൾ രണ്ടും ഈക്വലി ടേൺസ് ഉള്ള 2 സെക്കൻഡറി വൈൻഡിങ് ആണ് പ്ലേസ്ഡ് ഓൺ either side of the primary winding. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. ദെൻ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ എ മൂവബിൾ സോഫ്റ്റ് അയൺ കോർ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ഫോമർ. ആ ഫോമർ ഇൻസൈഡിലായിട്ട് ഒരു മൂവബിൾ അയൺ കോർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദ മൂവബിൾ കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നിക്കൽ അയൺ വിത്ത് ഹൈഡ്രജൻ അനീലിംഗ് യൂസ് ചെയ്തിട്ടുള്ള നിക്കൽ അയൺ ആണ് കോറായിട്ട് യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് എ മൂവബിൾ സോഫ്റ്റ് അയൺ കോർ. ഹൈഡ്രജൻ അനീലിംഗ് ഈസ് ഡൺ ടു എലിമിനേറ്റ് ഹാർമോണിക്സ് residual voltage of the core and thus provide high sensitivity. So what is the purpose of hydrogen annealing? ആ ഒരു ഹൈഡ്രജൻ അനീലിംഗ് കോർ യൂസ് ചെയ്യാനുള്ള റീസൺസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹയർ ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്യുക, റെസിഡിയൽ വോൾട്ടേജ് എലിമിനേറ്റ് ചെയ്യുക, then അതുപോലെ ഹൈ സെൻസിറ്റിവിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഹൈഡ്രജൻ അനീലിംഗ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. then the movable core also is laminated in order to produce eddy current losses. അപ്പോൾ അവിടെ നമുക്കറിയാം അയൺ കോർ ലാമിനേറ്റ് ചെയ്യുന്നത് എഡി കറന്റ് ലോസസ് അവോയ്ഡ് ചെയ്യാനാണ് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ലാമിനേറ്റിംഗ് മൂവബിൾ കോർ, സോ ടു റെഡ്യൂസ് അയൺ ലോസസ്. സോ ഇതും അറിഞ്ഞിരിക്കണം, ഇതിൻ്റെ പർപ്പസും അറിഞ്ഞിരിക്കണം. Then the assembly of laminated core is placed in a cylindrical steel housing and end lids are provided for electromagnetic and electrostatic shielding. Then ആ ലാമിനേറ്റഡ് കോറിൻ്റെ അതിൻ്റെ കൺസ്ട്രക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലേസ് ചെയ്തേക്കുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then the displacement to be measured is attached to this movable soft iron core. ആ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് that is attached to movable soft iron core. സോ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആവും. ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. Since the primary winding of linear variable differential transformer അല്ലെങ്കിൽ LVDT is supplied with AC supply, it produces an alternating. ഇപ്പോൾ നമുക്ക് ആ ഫാരഡേസ് ലോ അനുസരിച്ച് അറിയാം, നമ്മളൊരു AC സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ it produces an alternating magnetic flux in the core which in turn link with the secondary coil to produce a mutual induction വഴി that will provide link to the secondary winding S1 and S2. അവിടെ ടേൺസ് സെയിം ആണ്, to produce EMF due to ട്രാൻസ്ഫോമർ ആക്ഷൻ. അപ്പോൾ ആ ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി നമുക്ക് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. സോ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു AC സിഗ്നൽ കൊടുത്തിരിക്കുന്നു, ഇതാണ് കോറ്. ദെൻ ഇവിടെ നമുക്ക് കാണാം S1 S2 ആ ടേൺസ് സെയിം ആണ്. ഇവിടെ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി EMF ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട്. സോ ദിസ് ഇസ് ദ ഇക്വലൻറ്റ് സർക്യൂട്ട്. Let us assume that the EMF produced in the secondary winding S1 is ES1, S2 and ES2 ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. The magnitude of ES1 and ES2 will depend upon the magnitude of rate of change of flux. അപ്പോൾ d∅dt as per the Faraday's law. So നമുക്കറിയാം -n × d∅dt ആണ് ആ ഇക്വേഷൻ, EMFൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n ടേംസ് ആണ്. d∅dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഇപ്പോൾ EMFൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോവർ ദ വാല്യൂ ഓഫ് DT ദ മോർ വിൽ ബി EMF ഇൻഡ്യൂസ്ഡ്. അപ്പോൾ ലോവർ ദ വാല്യൂ ഓഫ് DT മീൻസ് ദ കോർ ഈസ് മൂവിങ് ഫാസ്റ്റർ. ഇപ്പോൾ ഫാസ്റ്റർ മൂവ്മെന്റ് ആണെങ്കിൽ EMF വിൽ ബി ഹൈ. സോ ദിസ് വി ക്യാൻ സേ ദാറ്റ് ദ ഫാസ്റ്റർ ദ മൂവ്മെന്റ് ഓഫ് കോർ ദ ഗ്രേറ്റർ വിൽ ബി ദ EMF പ്രൊഡ്യൂസ്ഡ്. സോ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. DT കുറവാണെങ്കിൽ EMF വിൽ ബി ഹൈ, വിച്ച് മീൻസ് DT കുറവ് മീൻസ് ഫാസ്റ്റർ, കോർ ഈസ് മൂവിങ് ഫാസ്റ്റർ. സോ ഫാസ്റ്റർ ദ മൂവ്മെന്റ് ഓഫ് കോർ ഗ്രേറ്റർ വിൽ ബി ദ magnitude of EMF induced in the secondary windings. Then to get a single output voltage from LVDT, both secondary windings are connected in series but with a phase opposition as shown in figure. So ഈ കണക്ഷൻ ഇവിടെ ശ്രദ്ധിക്കുക, ടേൺസ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഈ കണക്ഷനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ഫേസ് ഓപ്പോസിഷൻ ആണ്, ഫേസ് ഓപ്പോസിറ്റ് ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ
ഔട്ട്പുട്ട് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഡ്യൂ ടു ദിസ് കണക്ഷൻ the net output voltage is given as ES1 minus ES2. Since the secondary winding are identical and placed symmetrically on either side of the core, therefore under normal position the flux linkage will be same. ഇപ്പോൾ നോർമൽ പൊസിഷനിൽ ES1 ES2 ഈക്വൽ ആയിരിക്കും. നമുക്ക് അന്നേരം പറയാം അതിൻ്റെ ഔട്ട്പുട്ട് ES1 മൈനസ് ES2 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിനെ നമ്മൾ നൾ പൊസിഷൻ എന്ന് പറയും. So thus the null position of the LVDT is the normal position of the movable core when the output voltage is 0. ഈ ഔട്ട്പുട്ട് 0 ആവുന്ന ഈ കണ്ടീഷനിൽ നമുക്ക് അപ്പോൾ ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആണ്. അതിനെ നൾ പൊസിഷൻ എന്ന് പറയാം. ദെൻ രണ്ട് കേസസ് കൂടെ നോക്കാം ഇതിനകത്ത് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സപ്പോൾ നമ്മൾ നൾ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഇഫ് ദ കോർ ഓഫ് ദ LVDT is moved to the left of the null position, കോറിനെ നമ്മൾ LVDT നൾ പൊസിഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം ദ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് S1 വിൽ ബി മോർ ദാൻ ദാറ്റ് ഓഫ് S2. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജ് കൂടുതൽ S1-ലായിരിക്കും S2-നെ കാട്ടി. സോ നമുക്ക് പറയാം S1-ൽ കൂടുതൽ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ES1 ഈസ് ഗ്രേറ്റർ ദാൻ ES2. അപ്പോൾ ES1 ഗ്രേറ്റർ ദാൻ ES2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? ES1 മൈനസ് ES2 ആണ്. ഇത് ES2-നെ കാട്ടി കൂടുതലാണ്, വിച്ച് മീൻസ് ദിസ് ഇസ് എ പോസിറ്റീവ് വാല്യൂ. ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അതൊരു പോസിറ്റീവ് ആയിരിക്കും. സോ വെൻ ഇറ്റ് ഈസ് മൂവിങ് ലെഫ്റ്റ്, core is moving left to the null position, the EMF will be positive. അതുപോലെ തന്നെ the output voltage will be in phase with the primary voltage. രണ്ട് കണ്ടീഷൻസും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂവിങ് ലെഫ്റ്റ് ടു ദ null പൊസിഷൻ ഇതായിരിക്കും കണ്ടീഷൻ. നെറ്റ് ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ the output voltage will be in phase with the primary voltage. ഈ രണ്ട് കണ്ടീഷൻസ് ആണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് when core is moved to the right to the null position, when the core of the LVDT is moved to the right of the null position, the EMF induced in the secondary winding or flux linkage S2 ആയിരിക്കും കൂടുതൽ. So ES2 will be greater than ES1. Flux linkage will be more in S2 than that of S1. അപ്പോൾ നമുക്ക് പറയാം ES1 മൈനസ് ES2-നകത്ത് ഇത് കൂടുതലാണ്, ഇത് കുറവാണ്. So this will be a negative. The output will be a negative value. E0 will be a negative value moving right to the null position. Then output voltage എന്ന് പറയുന്നത് it will be in phase opposition with the primary voltage. അപ്പോൾ ആ രണ്ട് പോയിന്റ് അറിഞ്ഞിരിക്കണം. നെറ്റ് ഔട്ട്പുട്ട് എങ്ങനെയാണ്, അതുപോലെ നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജുമായിട്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. നേരത്തെ കേസിൽ സെയിം ഫേസിലാണ്. ഇവിടെ അത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ പ്രൈമറി വോൾട്ടേജ്. അപ്പോൾ ഈ രണ്ട് കേസും അതുപോലെ തന്നെ നൾ പൊസിഷൻ എന്താണ്, കോറിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താലും റൈറ്റിലേക്ക് മൂവ് ചെയ്താലും എന്ത് സംഭവിക്കും, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം LVDT ആയിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ നമുക്കിത് ഒന്ന് ജനറലൈസ് ചെയ്ത് പറയാം. So the direction of movement of a physical quantity can be identified by the output voltage of LVDT. If the output voltage is positive, then the physical quantity is moved towards left. Displacement എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് ആയിരിക്കും. If output is negative, the displacement will be right from the null position. Displacement റൈറ്റിലേക്കാണെങ്കിൽ then it is negative. So ആ രണ്ട് conditions നമുക്കറിയാം. The amount or magnitude displacement is proportional to the magnitude of output voltage. So displacement in the magnitude, output in the magnitude depend ചെയ്തിരിക്കും. The more the output voltage, more will be the displacement. Then അതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടുന്ന് കിട്ടിയ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. Whether core is moving left or right to the null position, the output voltage will increase linearly up to a displacement of around 5 mm from the null position. After 5 mm, the output will be non-linear. അപ്പോൾ നമുക്കൊരു ഗ്രാഫിക്കൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് അനുസരിച്ച്, അപ്പോൾ ഇവിടെ വരെ ഇതിനെ നമ്മൾ റെസിഡ്യൂവൽ വോൾട്ടേജ് എന്നാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് കാണാം ഇനിഷ്യലി സീറോയിലുള്ള ആ ഒരു റെസിഡ്യൂവൽ വോൾട്ടേജിന് ശേഷം കുറേ നേരം അത് ഡിസ്പ്ലേസ്മെൻറ്റ് റൈറ്റിലേക്കാണെങ്കിലും ലെഫ്റ്റിലേക്കാണെങ്കിലും കുറേ നേരം അത് ലീനിയറായിട്ട് നിൽക്കും. അതിനുശേഷം അത് നോൺ ലീനിയർ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ബി തൊട്ട് എ വരെയാണ് ആ ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താലും റൈറ്റിലേക്ക് മൂവ് ചെയ്താലും. സോ അതാണ് ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് വിൽ ലീനിയർലി മൂവ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് അറൌണ്ട് 5 mm ഫ്രം ദ നൾ പൊസിഷൻ. ആ സമയത്ത് അതിനുശേഷം ആഫ്റ്റർ 5 mm ഔട്ട്പുട്ട് ആ ബി ടു എ കണ്ടീഷനാണ്. അതിനുശേഷം അത്
നോൺ ലീനിയർ ആയിരിക്കും. അത് നമ്മളിവിടെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുവാണ്. അപ്പം ഇതാണ് LVDTയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ LVDTയുടെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ കൺസ്ട്രക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബാക്കി ട്രാൻസ്ഡ്യൂസേഴ്സ് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.